ടി പ്രകാശ്, രചന ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന സ്ഥാപനം, മഞ്ഞക്കാട് ഗ്യാസ് ഗോഡൗണിന് തൊട്ടടുത്ത്. അത് ഞാൻ വിജയ ഇൻഡസ്ട്രീസ് എന്നൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് പൂട്ടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവിടുന്ന് സ്വന്തമായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചു. അതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഓഫ് സമയത്തൊക്കെ വർക്ക് ചെയ്തിരുന്നത് ടെക്നോ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു വാടനാകുറിച്ച്. ആ സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഓഫ് സമയത്തൊക്കെ. അതിനുശേഷം അപ്പോൾ ഈ മേഖല മോശമായൊരു രീതി വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ 25 വർഷമായി തുടങ്ങിയിട്ട്. 1999 പറഞ്ഞാൽ ഒരു 2 ബോക്സും അതിലേക്ക് കുറച്ച് ഒരു പാർട്ടി പരിപാടി നടത്താൻ അത്രയും സാധനം കൊണ്ട് തുടങ്ങിയതാണ്. ചെറിയ കുട്ടികൾ, മോനുണ്ടായിരുന്നല്ലോ, പിന്നെ മോളുടെ പേരിലാണ് തുടങ്ങിയത്. മോള് ജനിച്ചിട്ട് പോലും ഇല്ല. നമ്മളൊരു മോഹം മകളുടെ പേര് ഇതിന് വെക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അത് ദൈവം സഹായിച്ചിട്ട് മകള് പെൺകുട്ടി പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയായിട്ട് തന്നെ കിട്ടി. അപ്പോൾ പിന്നെ മോളുടെ പേര് തന്നെ വെച്ചു. കാറ്ററിംഗ് ഒഴികെ ബാക്കി എല്ലാ സർവീസും ഉണ്ട്. സ്റ്റേജ് ഡെക്കറേഷൻ, പിന്നെ സൗണ്ട് സിസ്റ്റം, സ്റ്റെപ്പ് പന്തൽ, അതിൻ്റെ എലിമിനേഷൻ, പിന്നെ കസേര, മേശ, പാത്രങ്ങൾ, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ പറക്കൂട്ടാവ് മുതൽ കൊണ്ട് എടുത്തിട്ടുണ്ട്. പറക്കൂട്ടാവ്, പിന്നെ ചിറ്റിലഞ്ചേരി, അങ്ങനെ അനവധി പൂരങ്ങൾ, മായനൂർക്കാവ്, ചേലക്കര, ഏമൂർക്കാവ്, അങ്ങനെ അനവധി പൂരങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. ഭയങ്കര റിസ്ക്കാണ് ഇതിന്. 24 hours തന്നെ വേണം. അതായത് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ അവിടെ ഉണ്ടെങ്കിലാണ് അത് തൃപ്തിയായിട്ട് നമ്മളെ ഏൽപ്പിച്ച പാർട്ടിക്ക് തൃപ്തിയാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അവർക്ക് ഒരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ നമ്മളവിടെ വേണം. പണിക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം, എങ്കിലും കൂടിയിട്ട് നമ്മളുണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പി ആവും. നമുക്ക് വേണ്ട ഗവൺമെൻറ് തരത്തിൽ വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാനേ അവർക്ക് കഴിയുള്ളൂ. അല്ലാതെ കോമ്പറ്റീഷനൊന്നും നിർത്താൻ കഴിയില്ല. കോമ്പറ്റീഷൻ നിർത്തണമെങ്കിൽ നമുക്ക് ഈ ഇറക്കിയ മുതലിൻ്റെ ഒരു ഇൻകം കിട്ടണം എന്നൊരാഗ്രഹം. അല്ല, പലവരും അവനാൻ്റെ ഒരു കൂലി പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണ ആൾക്കാരുണ്ട്. അതാണ് സ്ഥാപനത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെർമിഷനൊന്നും കിട്ടുന്നില്ല നമുക്ക്. നമുക്കിപ്പോൾ ഒരു DJ കെട്ടുകയാണ് പറഞ്ഞാൽ ആ DJക്ക് പെർമിഷനൊന്നും തരില്ല. നമ്മളൊരു ചില അടയ്ക്കണു, ആ ചില അടച്ചതിൻ്റെ പേരിൽ നമ്മൾ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിയമപ്രകാരം നമുക്ക് പെർമിഷനൊന്നും എഴുതി കിട്ടുന്നില്ല. ഏത് സൗണ്ട് സിസ്റ്റം ആയാലും ഏത് പ്രോഗ്രാം ആയാലും നിയമപ്രകാരം ഒന്നും കിട്ടുന്നില്ല. വളരെ ദുർലഭം ഈ പാർട്ടി പ്രോഗ്രാമിന് അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് കൂടുതലും കിട്ടുന്നത്. പുതിയതായിട്ട് വരുന്നവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചെയ്യുന്ന തൊഴിലിനുള്ള പൈസ മേടിക്കാനുള്ളൊരു സന്മനസ് അവർക്ക് ഉണ്ടാവുക. അതാണ് പുതിയതായിട്ട് വരുന്നവർക്ക് ഉള്ളൊരു മെസ്സേജ് കൊടുക്കാനുള്ളത്. അല്ലാതെ തൊഴിലിനെ നശിപ്പിച്ചും കൊണ്ടാണ് ഈ പുതിയ ആൾക്കാർ വരുന്നത്. കോമ്പറ്റീഷനാണ് പ്രശ്നം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 റുപ്യ പറഞ്ഞ 5 റുപ്യക്ക് ചെയ്യണ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഫീൽഡേ നശിച്ചു പോകണം. അപ്പോൾ പൊതുവേ നമുക്ക് പോലും അത് ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതിനോട്. അങ്ങനെ ആയി തുടങ്ങി. മാതാപിതാക്കളുടെ സഹായം കൊണ്ടെന്നാ. അന്നത്തെ കാലത്തൊന്നും മാതാപിതാക്കളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവരൊക്കെ അന്നത്തെ അന്നത്തിന് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരല്ലേ. അന്നത്തെ കാലത്തൊന്നും മാതാപിതാക്കളൊന്നും സഹായിച്ചിട്ടല്ല. നമ്മുടെ സ്വന്തം അധ്വാനം. അന്ന് രാവും ഇല്ല പകലും ഇല്ലാതെ, രാത്രി ഇല്ല പകലും ഇല്ലാത്ത ലെവലിൽ നമ്മൾ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത്. ഫാമിലി, വൈഫ്, പിന്നെ മോൻ ഗെയിലിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം. മോള് ആയുർവേദ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ മരുമകൾ കൂടി വന്നു. 4 ദിവസമായിട്ട് ഇപ്പോൾ മരുമകൾ കൂടിയും വന്നു. ആ കുട്ടി ബാങ്കിലെന്തോ വർക്ക് ചെയ്തിരുന്നു ഡെയിലി വേസിനായിട്ട്. ഇപ്പോൾ അതൊക്കെ നിർത്തി. ഭാവി പരിപാടി നമ്മളെ മക്കൾക്കൊന്നും ഇപ്പോൾ ഇതിൽ വലിയ താല്പര്യം ഉണ്ടായിരിക്കുന്നില്ല.
അവർ സൈഡായിട്ടൊക്കെ കൊണ്ടു നടന്നാൽ അവർക്ക് നല്ലത്. അല്ലാതെ നമ്മുടെ കാലം കഴിയോളം ഇത് കൊണ്ടു നടക്കുക, അത് തന്നെ ഫ്യൂച്ചർ. കസ്റ്റമേഴ്സ് ഉണ്ടാവുകൊണ്ടാണല്ലോ അത് പിടിച്ച് നിലനിൽക്കണം. കസ്റ്റമേഴ്സ് നമുക്ക് പണ്ട് മുതലേ ഇപ്പോൾ 25 കൊല്ലമായി എന്ന് പറഞ്ഞാൽ 25 കൊല്ലം മുതലുള്ള ആ കസ്റ്റമേഴ്സ് ഇപ്പം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ രചനാ സൗണ്ട് വേണം എന്ന് പറയണ ആൾക്കാർ മാത്രമാണ് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ കൂടുതലും. അല്ലാതെ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നമ്മൾ പോയിട്ട് അങ്ങോട്ട് പോയി ചോദിച്ച് വർക്ക് എടുക്കണില്ല. അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുക. ഏറ്റവും വലിയ പന്തൽ ചെയ്തിട്ടുള്ളത് പറക്കോട്ടാവിലാണ്, തിരുവല്ലാമല. അതൊരു 5 സ്റ്റെപ്പ് വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു 10 ദിവസമൊക്കെ വരും ഒരു പന്തൽ ചെയ്തു വരുമ്പോഴേക്കും. അവരുടെ സപ്പോർട്ടിലാണ് ഇപ്പം നിലനിൽക്കുന്നത്. നല്ല രീതിയിൽ അവർ നമ്മളോട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇപ്പം ഇല്ല. ഇപ്പോൾ ഒരു കാറ്ററിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഷൊർണൂരിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവില്ല, 1 കിലോമീറ്റർ തന്നെ ഉണ്ടാവുള്ളൂ. അതായത് മഞ്ഞക്കാട് എന്ന് പറയും. മെയിനായിട്ട് അതിൻ്റെ അഡ്രസ്സ് പറയുക ഗ്യാസ് ഗോഡൗൺ, ഗ്യാസ് ഗോഡൗണിൻ്റെ തൊട്ടത്.